ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ഓണം വ്ളോഗ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ എന്നാ പോസ്റ്റ് ചെയ്യാൻ എനിക്കറിയില്ല. പക്ഷേ ഇന്നലെ ഇവിടെ ഓണമായിരുന്നു. ഇന്നലെ ഇവിടെ പ്രസ്റ്റലിൽ കുറേ മലയാളീസ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കുറേ സ്ഥലത്ത് ഓണസദ്യ കിട്ടും. ഡൈനിങ് ഉണ്ട്, ടേക്ക് ഓവർ ഒക്കെ ഉണ്ട്. ഞങ്ങളാണെങ്കിൽ പ്രീ ബുക്ക് ചെയ്തില്ല, കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും അവൈലബിലിറ്റി ഉണ്ടോ ഇല്ല അറിയാത്ത ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്തില്ല. രാവിലെ വിളിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഉള്ള കുറേ ഷോപ്പൊക്കെ വിളിച്ച്, പയ്യന്നൂർ കിച്ചണിക്കും സോൾട്ട് ആൻഡ് പെപ്പർക്കും ഒക്കെ ഞങ്ങൾ വിളിച്ച്. അപ്പോൾ അവിടെ ഒന്നും സദ്യയില്ല, പ്രീ ബുക്ക് ചെയ്യണം, കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സദ്യ ഇവിടെ എല്ലാവരും ആഘോഷ സമയത്ത് ഞങ്ങൾ ആഘോഷിച്ചില്ല, ഞങ്ങൾക്ക് കിട്ടിയില്ല, സദ്യ കിട്ടിയില്ല. പിന്നെ ഇവിടെ പരിപാടിക്ക് പോകുന്ന ദിവസമൊക്കെ നമുക്ക് ഒഴിവുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ സദ്യ നമ്മളെ മിസ്സായി എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് മാസിൽ ഫ്രോസൺ സദ്യ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഫ്രോസൺ സദ്യ കഴിക്കാൻ. ഇത്ര കാലമായിട്ടും നമ്മൾ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ ഓണം ആഘോഷിക്കുന്നുണ്ട് നാട്ടിൽ. ഓണത്തിന് സദ്യ കഴിക്കാതെ നമ്മൾ ഇത്ര കാലം നിന്നിട്ടില്ല. നാട്ടിലതിന സമയത്ത് നമുക്ക് ശ്രീചേച്ചിൻ്റെ സദ്യ ഉണ്ടാവും. ശ്രീചേച്ചിൻ്റെ സദ്യയൊക്കെ മിസ് ചെയ്യുന്നു. ശ്രീചേച്ചിൻ്റെ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ശ്രീചേച്ചിൻ്റെ സദ്യക്ക് വേണ്ടി അനുവിൻ്റെയും ആതിരൻ്റെയും വിളി കാത്തുക്കലായിരുന്നു നമ്മളെല്ലാ ഇയറും. എല്ലാ വർഷവും നമുക്ക് അവിടെ ശ്രീചേച്ചി നമ്മളെ നെയ്ബറാണ്, നല്ലൊരു നെയ്ബറാണ്. എനിക്ക് പുളിഞ്ചൊക്കെ ഉണ്ടാക്കി തരണ എൻ്റെ ഒരു ശ്രീചേച്ചി ഉണ്ട് എനിക്ക് അവിടെ, എൻ്റെ നാട്ടിൽ, എൻ്റെ വീടിൻ്റെ അടുത്ത്. അപ്പോൾ ശ്രീചേച്ചീൻ്റെ ഓണസദ്യ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്, ഞാൻ മിസ് ചെയ്യുന്നുണ്ട് നല്ലോണം. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ശ്രീചേച്ചീൻ്റെ സദ്യ ഇല്ല. അപ്പോൾ നാട്ടിൽ നമുക്ക് സദ്യ കൂടാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോളേജിലാണെങ്കിൽ നമ്മൾ കോളേജിൽ പരിപാടി ഉണ്ടാവില്ലേ, അങ്ങനെ എവിടുന്നേലും നമുക്ക് സദ്യ കിട്ടലുണ്ട്. അപ്പോൾ UK വന്നിട്ട് ഇത്രയും മലയാളികളുള്ള പ്രസ്റ്റലിൽ ആണ് നമ്മൾ താമസിക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് സദ്യ കിട്ടിയില്ലെങ്കിൽ പിന്നെ UK നമ്മൾ ഏത് സ്ഥലത്തേക്ക് മൂവ് ചെയ്താലും നമുക്ക് ഇങ്ങനെ സദ്യ കിട്ടാം. അപ്പം നമ്മൾ മാസത്തെ ഫ്രോസൺ സദ്യ വാങ്ങാൻ വിചാരിച്ച്. നമ്മൾ 4 ആളും ഫ്രീ ആവുന്ന ഒരു സമയം രാത്രിയാണ്. അപ്പം നമ്മൾ വിചാരിച്ച് രാത്രിയെങ്കിലും സദ്യ കഴിക്കാം. സദ്യ കഴിക്കാതിരിക്കണ ഒരു ഓണത്തിനെക്കാട്ടും ബെസ്റ്റ് രാത്രിയെങ്കിലും ഓണസദ്യ കഴിക്കണമല്ലേ. അപ്പം നമ്മൾ ഇന്ന് രാത്രി നമ്മൾ ഓണസദ്യയാണ്. അപ്പം ബൈ ഗൈസ്, സീ യു ദർ. 2 സർവിങ് മേടിച്ചാ പിന്നെ അല്ല, അത് കഴിച്ചവര് പറഞ്ഞത് ഇതാ നമ്മളെ ഫ്രോസൺ സദ്യ. ഗോതമ്പ് പായസം ഉള്ളൂ ഇവിടെ, പരിപ്പ് പായസം, സാമ്പാറ്, ബാലനോ എന്താ ഓലനോ മേക്ക് പിരട്ടി, ചോറുടെ ബീട്രൂട്ട് കിച്ചടി, വെക്ക് നോക്കാം, പുളിഞ്ചി. ഇതാണ് ഇവൻ പറഞ്ഞ കൊറേ കൂട്ടാണ്ട് എന്ന് പറഞ്ഞവൻ. പെരി പോണ്ടിരുന്നു. അതാണ് ചോറ്. കേട്ട് ചോറ് വെക്കണാണോ? ശർക്കര വരട്ടി, പപ്പട, മാംഗോ പിക്കിൾ, കുക്കറുണ്ട്. ഫ്രോസൺ സദ്യ വാങ്ങിയിട്ട് മൂഞ്ചിരിക്കണ 3 മനുഷ്യന്മാര്. അരി ഫ്രോസൺ ആയിട്ടില്ല, എല്ലാം ഫ്രോസൺ ഉണ്ട്. അരി കാണിക്ക്, അരി ഉണ്ടാക്കിയിട്ടില്ല, പപ്പടം ആയിട്ടില്ല. മൂഞ്ചൽ ഇപ്പോ സമയം രാത്രി 11:02. ഞങ്ങൾ ഓണസദ്യ ഇപ്പോഴാണ് ഗൈസ് കഴിക്കാൻ പോണത്. ഞങ്ങൾക്ക് എന്തൊക്കെ ഉണ്ട്, മേക്ക് പിരട്ടി, പൈനാപ്പിൾ പച്ചടി, പരിപ്പ് കറി, ഗോതമ്പ് പായസം, രസം, മോലൻ, പരിപ്പ്, എന്തൊക്കെയോ ഉണ്ട് ഞങ്ങൾക്ക്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ അരി വേവിച്ചിട്ടില്ല. അരിയാണ് കിട്ടിയത്, ഫ്രോസൺ കിട്ടിയപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ചോറും ഫ്രോസൺ കിട്ടുന്നു. പക്ഷെ അരി ഉണ്ടാക്കണം. അപ്പോൾ 2 ആൾക്കാർ അരി ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് പോയേക്കാം ഓരെന്താ ചെയ്യണം. അപ്പോൾ നമ്മളെ സദ്യ 11 മണിയിൽ നിന്ന് വീണ്ടും 12 മണിയിലേക്ക് നീളുന്നതാണ്. ചോറ് വെക്കാൻ പോയിട്ടുള്ളൂ. ഇപ്പോൾ 2 ആൾക്കാർ ചോറ് വെക്കാൻ പോയിക്കണേ. ഹായ് ഗായ്സ്, ഒരാളിവിടെ കുക്കർ കഴുകണുള്ളൂ, മനസ്സിലാക്കുന്ന പണി ഇല്ലല്ലോ. 1.5 ധാരാളമാണ് നമുക്ക് ചോറ്.
അങ്ങനെ നമ്മൾ അരി കുക്കറിൽ ചോറ് വെക്കാൻ പോവുകയാണ് ഗായ്സ്. ഇനി നമുക്ക് ചോറായിട്ട് ഞങ്ങളെ വിളിക്കിട്ടോ. ബൈ ബൈ. അങ്ങനെ മൂഞ്ചിയ സദ്യ ഞങ്ങൾ 12 മണിക്ക് വീണ്ടും സെറ്റാക്കിയിരിക്കുന്നു. ഉച്ചക്ക് 12 മണിയല്ല, രാത്രി 12 മണിയാണ് ഗൈസ്. ഇപ്പോൾ ഫ്രോസൺ സാധനങ്ങളൊക്കെ നമ്മൾ ചൂടാക്കി കൊടുന്ന് 2 ഇല ഉള്ളൂ. കാരണം ഞങ്ങൾ 2 സെർവിങ്ങാണ് മേടിച്ച് 4 പേർക്ക് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. പഠിച്ചവൻ കരഞ്ഞ് ഇല്ലെങ്കിൽ ഇവർ നമ്മളെ കൊല്ലുമോ വേറെ കാര്യം. വെക്ക് ചോറില്ലാത്ത സദ്യ ഗായ്സ്. നമ്മളെ സദ്യ റെഡിയായി ഗായ്സ്. ഗായ്സ് നമ്മൾ വെച്ച ചോറായി ഗായ്സ്. എത്ര വയസ്സ് കളിച്ച് ചോറ് നമ്മൾ വെക്കല്ലേ സെപ്പറേറ്റ് മതില്ലേ? ഓ നിങ്ങള് രണ്ടാളും അരി കഴിക്കി കുക്കറിൽ ഇട്ട് വെച്ചിട്ട് വിസിലിന് കാവൽ ഞങ്ങളല്ലേ ചോറിന് വെയിറ്റ് ചെയ്യാം. അത് മതിട്ടോ എനിക്ക് ചോറ് മതിയോ? നീ കറി വെക്കട്ടെ? സാമ്പാർ പൊട്ടണ സ്പൂൺ ഒഴിക്കട്ടെ? നല്ല സാമ്പാർ. അതോ അത് വന്നോ നിനക്കറിയില്ല. എല്ലാം കാണാൻ മഞ്ഞ കളറ്, ആകെ ഒരു ബീട്രൂട്ട് അല്ലേ വേറെ കളറ്. എന്റെ പ്ലേറ്റ് നോക്കിട്ട് ഞങ്ങൾ കോപ്പി അടിക്കാണ് എല്ലാം അയക്കണം. ഈ പൊട്ടത്തി ഇതൊക്കെ വെച്ചിക്കണോ? രസമുണ്ട് ഇല ഇല്ലാത്ത 2 ആൾക്കാർ പ്ലേറ്റ്. ഈ കളർ കിട്ടിയില്ല. തിന്നണ തിരക്കില് എല്ലാരും ഭയങ്കര ബിസിയാണ്. തിന്നണ തിരക്കിലാണ്. ഓണസദ്യ കഴിഞ്ഞു ഗായ്. നമുക്ക് കഴിച്ചവരുടെ അഭിപ്രായം ചോദിക്കാം. പറയൂ കൈസ്, പറയൂ എങ്ങനെയുണ്ടായിരുന്നു? നല്ല സദ്യ. ഒന്നും പറയല്ലേ. അതിന് ഡയലോഗ് പോയി വേറെ പറയും. ആരേലും ഇങ്ങനെ രാത്രി 12 മണിക്ക് ശേഷം ഓണത്തിന് സദ്യ കഴിച്ചിട്ടുണ്ടാവോ? നമ്മള് മാത്രം. ഇവിടെ ഒരാൾ മൈൻഡ് പോലും ആക്കണില്ല തിന്നണ. ഹലോ മിസ്റ്റർ, പറ ഉച്ച മുതൽ പട്ടിണി കിടന്നതിന് കാര്യണ്ടായോ? രസല്ലേ? അപ്പൊ എല്ലാരും ഇനി ഫ്രോസൺ സദ്യനെ ആരും പുച്ഛിക്കണ്ട. നാട് നമ്മള് മിസ് ചെയ്യേയില്ല. അതെ, ഫ്രോസൺ എങ്ങനെ പഴം ഉണ്ടാവുക? ഇത്രയും ബുദ്ധി ഇല്ലാതായോ? ചോറ് ഫ്രോസൺ വരും വിചാരിച്ച് നിന്ന മണ്ടന്മാരാണ് നമ്മള്. 4 എണ്ണത്തിനും ബുദ്ധിയില്ല. ഓക്കെ ഗായ്സ്, ഞാൻ എന്റെ കടിക്കാം. ആ പപ്പടം കടിക്കാം, കളറിൽ പപ്പടം കടിക്കാം. കരിഞ്ഞ പപ്പടം ഇട്ടൊന്നും പായസം കഴിക്കാൻ പറ്റില്ല. എന്താണ് സന്തോഷം ഉണ്ടോ? നോക്കട്ടെ സന്തോഷമുള്ള കുട്ടീനെ. ഇന്ന് രാവിലെ തിന്നുള്ളൂ, അല്ലെങ്കിൽ ആ രാവിലെ ഒന്നും